ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരുദയാണ്. ശർക്കര വരട്ടി ഉണ്ടാക്കി കാണിച്ചു. ഇതാ അതിൻ്റെ ബാലൻസ് ചെയ്യാനൊരു 5-6 കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പേരി കായുപ്പേരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുന്നത് തോരനാണെന്ന് തോന്നുന്നു. ഇത് വറുത്ത ഉപ്പേരി, നമ്മൾ ചിപ്സ് വറുക്കില്ലേ, അത് വറുത്ത് കാണിച്ചു തരാം. അപ്പോൾ കത്തിയുള്ളവരിങ്ങനെ നല്ല കത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു ചോപ്പ് ചെയ്യുന്ന സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ചോപ്പ് ചെയ്യുക. ഓരോന്നോരോന്ന് അരിഞ്ഞിട്ടുണ്ട് ഇടുകയുള്ളൂ. എണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ, ഇടുമ്പോൾ കാണിച്ചു തരാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് റെഡിയാക്കി വെക്കേണ്ട സാധനം ഇതാ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പ് ഇട്ട് കലക്കി വയ്ക്കുക. അതായത് നമ്മളത് വറുത്ത് കോരുന്ന സമയത്ത് ഒഴിക്കാനുള്ളതാണ് കേട്ടോ. ഇത്തിരി ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുക. നമ്മളത് മൂത്തിട്ട് ഇങ്ങോട്ട് വറുത്തെടുക്കുന്ന സമയത്തായിരിക്കും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയും സാധനം മതി. എണ്ണ ചൂടാവട്ടെ, എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാവട്ടെ, അപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളൊരെണ്ണം ആദ്യം ഇട്ട് നോക്കണം കേട്ടോ. അതിങ്ങനെ കൂടെ പൊങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ അടുത്തതൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാവരും നല്ല എക്സ്പേർട്ട് ആളുകൾ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുക. ഞാനിപ്പോൾ ഓരോ കാ വെച്ചിട്ടാണ് ഇടുന്നത്. ഇവിടെ അരിഞ്ഞതാ ഒരുമിച്ച് ഇങ്ങനെ വെച്ചത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ, കൂടുതൽ എണ്ണ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ യൂസ് ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം പിന്നെയും അതിലേക്ക് എണ്ണ നമുക്ക് ഇഷ്ടം പോലെ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ടേ. ഇല്ലയെന്നല്ല, ഉപയോഗിക്കണ്ടല്ലോ, അത് പിന്നീട് നമുക്ക് എടുക്കാൻ കഴിയില്ല വേറൊന്നിനും. അപ്പോൾ അതുകൊണ്ടങ്ങനെ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഒരു പറഞ്ഞു വരൽ അങ്ങോട്ട് നിന്നു. ഇപ്പം ആ സമയത്ത് നമുക്കിനി ഇത് കോരേണ്ടതുണ്ട്. അപ്പം അതിന് ആവശ്യമായ ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആരും മേത്തൊന്നും തെറിപ്പിക്കുകയും എടുക്കുകയും ചെയ്യരുത്, ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ. നമ്മൾ കോരി മാറ്റുക കേട്ടോ. നമ്മൾ ഇട്ടിട്ട് ആ തിള നിൽക്കണ നേരത്താട്ടോ, അത് അത്യാവശ്യമൊക്കെ മൂത്തിട്ടുണ്ട്. എൻ്റെ തിള നിൽക്കണ നേരത്ത് നമ്മളിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആരും ഇതൊന്നും ഉണ്ടാക്കി കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ. ഇനിയിപ്പം ഒരു പാക്കറ്റ് മേടിച്ച് തന്നാലും വേണ്ടില്ല, അപകടമൊന്നും വരുത്താത്ത രീതിക്ക് വേണം എല്ലാവരും ചെയ്യാൻ, പ്രത്യേകം പറയുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക, എന്ത് ഭംഗിയാണ് കാണാൻ കണ്ടോ. അപ്പം നല്ല ഇതായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് വയ്ക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.